അപ്പോൾ ഞാൻ ഈ കുളത്തിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടി പോവാണ്. ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ വേണ്ടി പോവാണ്. ഉൾഭാഗം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. ഹായ്, വെൽക്കം ടു എൻ്റർടൈ മീഡിയ. എൻ്റർടൈ മീഡിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പാറ. ഈ പാറക്ക് ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞ പാറയാണ് കൊളോപ്പാറ എന്ന് പറയുന്ന ഈ പാറ. ഈ പാറയുടെ പേര് കൊളോപ്പാറ എന്ന പേര് വരാനൊരു കാരണമുണ്ട്. നമുക്കറിയാം, ഈ ഒരു സ്ഥലത്ത് ഒരു കുളമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്, ആളുകൾ പറയുന്നത്. ആ കുളം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒതേനൻ്റെ ചവിട്ടടി ഈ പാറയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. അതിലെ വസ്തുത എന്ത് എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് ചിലപ്പോൾ ഒരു ഐതിഹ്യം മാത്രമായിരിക്കാം. അത് നമുക്ക് നാട്ടുകാരിൽ ഒരാൾ നമുക്ക് തന്ന ഒരു വിവരം മാത്രമാണ്. ആ ഒരു വിവരം സത്യമാവട്ടെ സത്യമല്ലാതാവട്ടെ, ഞങ്ങളിവിടെ ഒരുപാട് പരിശോധിച്ച് നോക്കി, അതിവിടെ കാണാൻ വേണ്ടി കഴിയുന്നില്ല. പക്ഷെ നമുക്ക് ആ കുളം ഇന്ന് കൊളോപ്പാറ എന്ന് പേര് വരാൻ കാരണം ഉണ്ടായിട്ടുള്ള ആ കുളം ഇന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വളരെ നല്ല ഒരു സ്ഥലമാണ് ഇവിടെ. പ്രത്യേകിച്ച് നമുക്ക് കയറി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാത്ത രൂപത്തിലുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രതലം എന്ന് പറയുന്നത് വളരെ നിരന്ന ഒരു പ്രതലമാണ്. നമുക്കത് കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, നമ്മൾ ആ കാണുന്ന തൊട്ടടുത്ത് കാണുന്ന ആ ഒരു മലയുടെ അല്ലെങ്കിൽ ആ ഒരു പാറയുടെ ബാക്കി ഭാഗമാണ് ഈ ഒരു കൊളപ്പാറ എന്ന് പറയുന്നത്. അതിൻ്റെ നടുവിലൂടെ ഒരു റോഡ് വന്നിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് ആ രണ്ട് പാറയും, അതായത് ഈ ഒരു പാറ രണ്ട് പാറയായി മാറിയത് എന്നാണ് ആളുകൾ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ കുളം ആ ഭാഗത്താണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ കുളത്തിൻ്റെ എന്നതൊരു അവസ്ഥ നോക്കാം. ഓക്കെ, നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ കൊളോപ്പാറ എന്ന് പേര് വരാനുള്ള കാരണമായിട്ടുള്ള കുളം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ കുളത്തിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ കുളത്തിൽ നിലവിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കുളത്തിൻ്റെ ഒരു 2 ആൾ പൊക്കത്തിലുള്ള ഒരു കുളമാണിത്. കുളമായിരുന്നു എന്ന് പറയാം. അപ്പോൾ നമുക്കൊന്ന് കുളത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. വീഴൊന്നും അറിയില്ല, എന്നാലും ഇറങ്ങി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുളം എന്ന് പറയുന്നത്. കൊളോപ്പാറ എന്ന് പേര് വരാൻ കാരണമായിട്ടുള്ള കുളം ഇതായിരുന്നു. ഇവിടെ നിറച്ചും വെള്ളമായിരുന്നു. പക്ഷെ പിന്നീട് അത് പാറ പൊട്ടിക്കുന്ന സമയത്ത് അത് ഇവിടെ ഒരു ലീക്ക് വരാനും ആ ഒരു കാരണത്താൽ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാകാനുള്ള കാരണം ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു ഗുഹ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗുഹയിൽ നമുക്കൊന്ന് കയറി വെക്കാം. ഗുഹ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു തുരങ്കത്തിൻ്റെ ഒരു ആരംഭമാണ്. ഒരുപാട് സാമൂഹ്യ വിരുദ്ധരൊക്കെ ഇവിടെ മദ്യപാനവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു മുൻപ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുഹ. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു തുരങ്കം ഒന്ന് കണ്ടുവെക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ തുരങ്കം എന്ന് പറയുന്നത്. ചെറിയൊരു തുരങ്കമായി മാറിയതാണ്. അപ്പോൾ ഈ ഭാഗത്ത് ആ തുരങ്കം കുറച്ച് വലിയ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. നമുക്ക് ഉൾഭാഗം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. കുറച്ച് ഉള്ളോട്ട് തന്നെയുള്ള ഒരു തുരങ്കമാണത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ആ കുളത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഈ ഭാഗത്തൊക്കെ ഒരുപാട് കാട് പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം പാറകളൊക്കെ ചരിത്രത്തിൻ്റെ എന്താ പറയുക
ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ വേണ്ടി പോവുകയാണ്. കാരണം ഒരുപാട് ചരിത്രങ്ങൾ സമ്മാനിച്ച ഒരു സ്ഥലം കൂടിയാണിത്. നമുക്കിവിടെ ഒരു ആലോത്ത് കാണാം. ഇതിവിടെ മുമ്പ് ഒരുപാട് സാമൂഹിക വിരുദ്ധർ ഇവിടെ ഒരു താവളമാക്കി മാറ്റിയ സമയത്ത് ഇവിടുത്തെ നാട്ടുകാർ അവരുമായി പ്രശ്നത്തിലാവുകയും അതിൻ്റെ ഭാഗമായി ഇവിടെയുള്ള ആളുകൾ തന്നെ വെട്ടിക്കളഞ്ഞതാണ് ഈ ഒരു ആലോത്ത്. ഇത് നമുക്ക് ചുറ്റുപാടുള്ള ഒരു ദൃശ്യങ്ങളൊന്ന് കാണാം. താഴെ ഒരു കുളം കാണാൻ കഴിയും നമുക്ക്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു പാറയിലേക്ക് വരാനുള്ളൊരു കാരണം മറ്റൊന്നുമായിരുന്നില്ല. നമുക്ക് ഒരു ഐതിഹ്യത്തിൻ്റെ ബേസിലായിരുന്നു ഞങ്ങൾ ഈ ഒരു പാറയിലേക്ക് വരാനുള്ളൊരു കാരണം ഉദയനൻ്റെ കാൽപ്പാട് ഈ പാറയിലുണ്ട് എന്ന് ഉള്ളൊരു ഐതിഹ്യത്തിൻ്റെ ബേസിലാണ് ഞങ്ങൾ ഈ ഒരു പാറയിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും വന്നത് നമുക്ക് മുതലായിട്ടുണ്ട്. കാരണം ഒരു ചെറിയൊരു തുരങ്കൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പാറ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ നിന്ന് പയ്യോൾ റൂട്ടിൽ പോകുന്ന സമയത്ത് കൽപ്പത്തൂർ വായനശാലയിലാണ്. അതിൻ്റെ മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു പാറ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാൻ വേണ്ടി കഴിയും. വൈകുന്നേരങ്ങളിൽ, അതായത് സായാഹ്നങ്ങളിൽ സൂര്യൻ്റെ അസ്തമയം കാണാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണിത്. വളരെ നല്ലൊരു മനോഹരമായ സ്ഥലമാണ്. നിങ്ങൾക്ക് ആളുകൾക്ക് വരാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ വരാൻ വേണ്ടി കഴിയും. പിന്നെ മാത്രമല്ല മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സ്വകാര്യ വ്യക്തിയുടേതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക്, ഒരുപാട് വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന മലയാളികൾ ചിലപ്പോൾ ഈ ഒരു പ്രദേശം നാളെ ചിലപ്പോൾ ഒരു റെസ്റ്റോറൻ്റൊക്കെ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രക്കും ഒരു എന്താ പറയുക, അത്രക്കും മനോഹരമായ ഒരു ഏരിയ ആണ് അത് തന്നെ. അപ്പോൾ അങ്ങനെ മാറട്ടെ. ഈ ഒരു പാറ ഒരു സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ എൻ്റർടൈൻ മീഡിയ ആശംസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ ഇനി ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ നാടുകളിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊരു വിഷയമാക്കി ഞങ്ങൾ മാറ്റാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സൈനിങ് ഔട്ട് വിത്ത് ഷാമിൽ മുനീർ നച്ചാട്.